ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ മരണവാറണ്ട് പുറപ്പെടുവിച്ച ഇറാൻ. പശ്ചിമേഷ്യയിൽ തീക്കളിക്ക് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശമാണ് അറബ് രാജ്യങ്ങളോട്, ഇസ്ലാമിക രാജ്യങ്ങളോട്, നിങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തലയെടുക്കണം, ബെഞ്ചമിൻ നെതന്യാഹുവിന് വധശിക്ഷ വിധിക്കണം, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വധശിക്ഷ നടപ്പാക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇറാന്റെ വിദേശകാര്യ മന്ത്രി അടക്കമുള്ളവർ പ്രകോപനപരമായ ഇത്തരം പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയോ ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസോ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രോമത്തിൽ തൊടില്ല. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള മരണ വാറണ്ട് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ആഗോള ഇസ്ലാമിക രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ നീക്കം എന്തിനുള്ള തുടക്കമാണ്? പശ്ചിമേഷ്യയിലെ സമാധാനാന്തരീക്ഷം കലുഷിതമായിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ തർക്കങ്ങളും പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളും മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് പരിണമിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇറാന്റെ വമ്പൻ പ്രകോപനമുണ്ടായിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തലയ്ക്ക് വിലയിട്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നു. നെതന്യാഹുവിൻ്റെ മരണവാറണ്ട് വധശിക്ഷ നടപ്പാക്കാൻ ഇസ്ലാമിക രാജ്യങ്ങളെ കൂട്ടുപിടിക്കുകയാണ് ഇപ്പോൾ ഇറാന് ഒറ്റയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഖമേനിക്കും പെഷസ്കിയാനും ഒക്കെ അറിയാം. ഖമേനി ഇങ്ങനെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പറയുന്നു എന്നല്ലാതെ ഖമേനി പറയുന്ന ഒരു ചുക്കും നടക്കുന്നില്ല. അതിനൊടുവിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് മരണവാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് ഇറാൻ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭീകരന്മാരും അറബ് രാജ്യങ്ങളും സൗദി അറേബ്യയും UAEയും ഇസ്ലാമിക രാജ്യങ്ങളുമൊക്കെ ഒന്നിച്ച് നിന്ന് നെതന്യാഹുവിനെ തീർക്കണം. നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോ അല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും പോലീസോ ഒന്നും തന്നെ ഒരു ചെറുവിരൽ അനക്കില്ല എന്നുള്ളത് ഇറാന് കൃത്യമായി അറിയാം. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ നയം വ്യക്തമാക്കുന്നത്. ഈ മരണവാറണ്ട് നമ്മൾ മറ്റു വഴികളിലൂടെ നടപ്പാക്കണം. ഈ മരണവാറണ്ട് നടത്തേണ്ട ഉത്തരവാദിത്വം ഇസ്ലാമിക രാജ്യങ്ങൾ ഏറ്റെടുക്കണം. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്ലാമിൻ്റെ ശത്രുവാണ്, ഇസ്ലാമിക രാജ്യങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാനുള്ള കൊട്ടേഷൻ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ മരണവാറണ്ട് പുറപ്പെടുവിക്കുകയാണ് ആയത്തുള്ള അലി ഖമേനി. ഇറാൻ തീക്കളി കൊണ്ട് കളിക്കുന്നു. കഴിഞ്ഞ 2 തവണ ഇറാൻ ചൊറിഞ്ഞതിനുള്ള പ്രതികാരം ഇസ്രായേൽ നൽകിയതാണ്. ആ പ്രതികാരം ഇറാനെ അടിമുടി വിറപ്പിച്ചു എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതിന് പിന്നാലെയാണ് സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ വമ്പൻ സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത്. അവിടെയും വിറങ്ങലിച്ചത് ഇറാനാണ്. സിറിയയ്ക്കുള്ളിൽ കാലങ്ങളായി ഒളിപ്പിച്ചു വച്ചിരുന്ന മീറ്ററുകൾ ആഴമുള്ള മാളങ്ങളിൽ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഇറാന്റെ ആയുധ ശേഖരങ്ങൾ ഒന്നടങ്കമാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി പോയത്. ഒരു പൊട്ടാസ് പോലും സിറിയയിൽ നിന്ന് കൊണ്ടുവരാൻ ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇറാന് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയുടെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത്. സിറിയയിലെ അസദ് ഭരണകൂടത്തിന് ആവശ്യത്തിലേറെ പണം നൽകിക്കൊണ്ട് അസദ് ഭരണകൂടത്തിനെ കൊണ്ട് ലോകത്തെ മുഴുവൻ ഇസ്ലാമിക ഭീകരന്മാർക്കും ആയുധങ്ങൾ എത്തിച്ച് ഭീകരന്മാർക്ക് മയക്കുമരുന്നുകൾ ഉണ്ടാക്കി നൽകി അസദ് ഭരണകൂടത്തെ സിറിയയിൽ നിലനിർത്തിയത് ഇറാനാണ്. ഇറാന്റെ ഭീകര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, സിറിയ എന്ന രാജ്യത്തെ ഒരു ആയുധപ്പുരയും ഒരു മയക്കുമരുന്നിൻ്റെയും ഹബ്ബാക്കി നിലനിർത്തുക, ലോകത്തെ മുഴുവൻ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഹബ്ബാക്കി സിറിയയെ മാറ്റുക, അതിനുവേണ്ടി ഫണ്ട് ഇറക്കുന്നത് ഇറാനായിരുന്നു. ഇറാന്റെ കയ്യിലെ ഒരു കളിപ്പാവ് മാത്രമായിരുന്നു അസദ്. ഇറാന്റെ കയ്യിലെ ചട്ടുകമായിരുന്നു സിറിയ എന്ന രാജ്യം. ആ സിറിയയിൽ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാവുകയും പിന്നീട് ആ സിറിയയുടെ നിയന്ത്രണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു ഇസ്രായേൽ. സിറിയയിലെ പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു, ആയുധ സംഭരണശാലകൾ ആക്രമിച്ചു. ആ ആയുധങ്ങൾ ഒരിക്കലും ലോകത്തെ മറ്റ് ഇസ്ലാമിക ഭീകരന്മാർക്ക് ലഭിക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പുവരുത്തി. പ്രത്യേകിച്ച് ഹിസ്ബുള്ളയെ പോലെയുള്ള ഒരു ഭീകര സംഘത്തിന്
അതുപോലെ തന്നെ ഹൂതികളെ പോലെയുള്ള ഒരു ഭീകര സംഘത്തിന്, ഹമാസിനെ പോലെ, ഇസ്ലാമിക് റെസിസ്റ്റൻസിനെ പോലെയുള്ള ചുറ്റുമുള്ള ഒരു ഭീകര സംഘത്തിനും സിറിയയിലെ ഒരു ആയുധം പോലും ലഭിക്കരുത് എന്ന് കൃത്യമായി കണക്ക് കൂട്ടിയാണ് ഇസ്രായേൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതിൽ ആകെ അന്തം വിട്ടുപോയത് ഇറാനാണ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല. എന്നാൽ തങ്ങളുടെ പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശ്രമവും ഇറാൻ നടത്തി. അതും വില പോയില്ല. ഏറ്റവും ഒടുവിലായി ഇറാന്റെ തന്നെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. ഒടുവിൽ ഇതാ കുഴിച്ചിട്ടിരുന്ന വമ്പൻ ആയുധ ശേഖരത്തിനെയും സിറിയയിൽ ഇസ്രായേൽ ഭസ്മമാക്കി. ഇനി എന്തു ചെയ്യും? ഇങ്ങനൊരു മനുഷ്യൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി ലോകത്തുള്ളിടത്തോളം കാലം പശ്ചിമേഷ്യയിൽ ഇനി ഇസ്ലാമിക ഭീകരത വളരില്ല. ഇസ്ലാമിക ഭീകരതയെ അടിമുടി വെട്ടിമാറ്റും ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഇനി മുന്നിലുള്ളൂ, ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഈ വൻമരം വീഴണം. ബെഞ്ചമിൻ നെതന്യാഹു ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടണം. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊലപ്പെടുത്തണം. അതാണ് ഇപ്പോൾ ഇറാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ഇറാൻ. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള മരണ വാറണ്ട് നടപ്പാക്കണം. ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിച്ചാൽ മാത്രമേ ഇനി ഇസ്ലാമിക ഭീകരതയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം അമേരിക്കയുമായി ചേർന്ന് ലോകത്തിലെ തന്നെ ഇസ്ലാമിക ഭീകരതയെ മൂടോടെ കുഴിച്ചു മൂടും ഇസ്രായേൽ എന്ന രാജ്യമെന്ന് കൃത്യമായി ഇറാൻ അറിയാം. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ നെതന്യാഹുവിനെതിരെ ഇപ്പോൾ ഖമേനിയുടെ മരണ വാറണ്ട് വന്നിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇറാനിലേക്കുള്ള ആക്രമണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും ആണവ പരീക്ഷണശാലകളുമൊക്കെ സ്കെച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു. ജൂതപ്പട, മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും ചാരന്മാർ ഓരോന്നിൻ്റെയും ഏറ്റവും തന്ത്രപ്രധാനമായ വിവരങ്ങൾ IDF നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നെതന്യാഹുവിൻ്റെ ഒരു ഉത്തരവ് മതി. ഇസ്രായേലിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ മൂളിപ്പറന്നുകൊണ്ട് അത് സിറിയയുടെ ആകാശപാത കീറി മുറിച്ചുകൊണ്ട് ഇറാനിലേക്ക് പോകും. ഇറാനിൽ ബോംബിട്ട് തകർത്തുകൊണ്ട് അത് അതിവേഗത്തിൽ തിരിച്ചു വരികയും ചെയ്യും. നമുക്കറിയാം, ഒക്ടോബർ 26 ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണം, ഇറാന്റെ 10-15 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു. ഒരു ചുക്കും സംഭവിച്ചില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ തിരിച്ചടി അത് ഇറാന്റെ മസ്തകമാണ് പിളർത്തിയത്. ഇസ്രായേലിൻ്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ മണിക്കൂറുകൾ ഇറാന്റെ തലയ്ക്ക് മുകളിൽ നിന്നാണ് ബോംബിട്ട് തകർത്തത്. S-300 വ്യോമ പ്രതിരോധ സംവിധാനം, അതുപോലെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരങ്ങൾ, ഡ്രോൺ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, സൈനിക ബേസ് ക്യാമ്പുകൾ തവിട് പൊടിയാക്കി സർവ്വതിനെയും. എന്നിട്ടും ഇറാൻ പറഞ്ഞത് ഒന്നും സംഭവിച്ചില്ല എന്നാണ്. പിന്നീട് പതിയെ ലോകത്തിന് കാര്യം മനസ്സിലായി. ഇനി ഇറാനിൽ അധികമൊന്നും അവശേഷിക്കുന്നില്ല. ഇറാന്റെ ആയുധ ശേഖരത്തിൻ്റെ വലിയൊരു വിഭാഗം നശിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനം പരിപൂർണമായും തകർന്നു. മിസൈൽ സംവിധാനം തകർന്നു. ഒടുവിൽ ഇസ്രായേൽ ആ കാര്യം പറഞ്ഞു. ഞങ്ങൾ ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി നിരീക്ഷിച്ചു. ഞങ്ങൾ എണ്ണപ്പാടങ്ങളെ, എണ്ണ ശുദ്ധീകരണശാലകളെ, എന്തിനേറെ പറയുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ ഒളിവ് സങ്കേതത്തെ പോലും ഞങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രകോപനപരമായി ഒന്നും ചെയ്തില്ല. അത് ഞങ്ങൾ അമേരിക്കയ്ക്ക് കൊടുത്ത വാക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാത്തത്, ഖമേനിയുടെ കൊട്ടാരം ആക്രമിക്കാത്തത്. ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ വ്യോമാതിർത്തി കടന്നു വന്നാൽ ഞങ്ങൾ എല്ലാത്തിനെയും കത്തിച്ച് ചാരമാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ പിന്നീട് പോവുകയുള്ളൂ. അത് ഇസ്രായേലിൻ്റെ വാക്കായിരുന്നു. ഇപ്പോൾ ഇതാ അത്തരമൊരു ആക്രമണത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മരണ വാറണ്ട് പ്രഖ്യാപിച്ചതോടുകൂടി വലിയ തെറ്റാണ് ഇറാൻ ചെയ്തത് എന്ന് അമേരിക്ക പോലും സമ്മതിച്ചിരിക്കുകയാണ്.